ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കേരളത്തിൽ ഒരു കാലത്ത് മധ്യ തിരുവിതാംകൂറിൽ നിന്നും അനേക കുടുംബങ്ങൾ മലയോര പ്രദേശങ്ങളിൽ കുടിയേറിപ്പാർത്തു. അവിടെ മണ്ണിനോടും പടവെട്ടി കാടുകൾ വെട്ടിത്തെളിച്ച് കൃഷി ചെയ്ത് തങ്ങളുടെ കുടുംബത്തെ പോറ്റുകയും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു. ഇന്ന് പല കുടുംബങ്ങളുടെയും കുഞ്ഞുങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുകയും മാതാപിതാക്കൾ അതിൻ്റെ നന്മ അനുഭവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വയനാടിൻ്റെ പ്രദേശത്ത് കുടിയേറി പാർത്ത 2 കുടുംബങ്ങളെ കുഞ്ഞുങ്ങൾ സദസ്സിൻ്റെ മുമ്പിൽ വരച്ചു കാട്ടുന്നു. ഒന്ന് തട്ടിന്മേൽ വർഗിച്ചൻ കുടുംബം, 2 കുന്നുമേൽ മത്തായിച്ചൻ കുടുംബം. ഇപ്പോൾ ഈ 2 കുടുംബങ്ങളിലും മാതാപിതാക്കളും ഇളയ മകൻ കുടുംബം മാത്രം. മറ്റുള്ള കുഞ്ഞുങ്ങൾ കുടുംബമായി വിദേശ രാജ്യങ്ങളിൽ പാർക്കുന്നു. വർക്കിച്ചൻ മത്തായിച്ചൻ ഉറ്റ സ്നേഹിതന്മാർ. പകൽ സമയത്തെ അധ്വാനത്തിന് ശേഷം വൈകിട്ട് അവർ സാധനങ്ങൾ വാങ്ങുവാൻ അവരുടെ കൊച്ചു ഗ്രാമമായ കുടുവത്തൂർ ടൗണിലേക്ക് പോവുക പതിവായിരുന്നു. അങ്ങനെ ടൗണിൽ വെച്ച് ചില ദിവസങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ വർക്കിച്ചൻ മത്തായിച്ചൻ തമ്മിലുള്ള ചില നാടൻ വർത്തമാനങ്ങളും തുടർന്ന് കവലയിൽ ദൈവവചനം പ്രസംഗിക്കുന്ന കോശി ഉപദേശിയുടെ പ്രസംഗം കേൾക്കുന്ന രംഗമാണ് ഈ കഥയുടെ ആധാരം. രംഗത്ത് വർക്കിച്ചൻ, മത്തായിച്ചൻ, കോശി ഉപദേശി, വിശ്വാസികൾ. ഇവർക്ക് വേഷം പകരുന്നത് ഫെബിൻ വർഗീസ്, ഡാൻ ജോഷി, ജെർമിയ ബിനു കുഞ്ഞുങ്ങൾ. സംവിധാനം സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്. ക്ലാസ് 7ഉം 8ഉം കുഞ്ഞുങ്ങൾ അവതരിപ്പിക്കുന്ന യഹോവയാൽ പണിയപ്പെട്ട കുടുംബങ്ങൾ. എല്ലാവരുടെയും ശ്രദ്ധയെ ഞങ്ങൾ കുടുവത്തൂർ ടൗണിലേക്ക് ക്ഷണിക്കുന്നു. മത്തായിച്ചോ, കുറച്ച് ദിവസം ആയല്ലോ ടൗണിലൊക്കെ കണ്ടിട്ട്. ഞാൻ ഈ ടൗണിൽ എല്ലാ ദിവസവും വരാറുണ്ട്. വേണ്ടപ്പെട്ട സാധനം മേടിച്ച് ഞാൻ മടങ്ങി അങ്ങ് പോകും. പിന്നെ എന്തൊക്കെയുണ്ട്? ഭാര്യയും മോനും കുടുംബം സുഖമായിരിക്കുന്നോ? വേനൽമഴ മൂലം കുഞ്ഞുങ്ങൾക്ക് പനിയും ചുമയൊക്കെ ആയിരുന്നു. കുറച്ച് പ്രയാസപ്പെട്ടു. ഇപ്പൊ ദൈവകൃപയിൽ നന്നായിട്ട് പോന്നു. ഞങ്ങളുടെ വീട്ടിലിപ്പോൾ സ്കൂൾ അവധിയായതുകൊണ്ട് മരുമോളും കുട്ടികളും അവരുടെ വീട്ടിൽ പോയേക്കുക. ഇപ്പം ഞാനും ഭാര്യയും മോനും സുഖമായിരിക്കുന്നു. പിന്നെ വിദേശത്തായ മറ്റുള്ള കുഞ്ഞുങ്ങളും കുടുംബങ്ങളും ഒക്കെ സുഖമായിട്ടിരിക്കുന്നോ? ഫോണൊക്കെ വിളിക്കാറുണ്ടോ? പിന്നെ ദിവസവും വിളിക്കും. ദൈവഹിതമായാൽ അടുത്ത മാസം വരെ നാട്ടിൽ വരുന്നുണ്ട്. സന്തോഷം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇനി ഡിസംബറിലേ വരത്തുള്ളൂ. ഈ വർഷത്തെ ചൂട് എന്തൊരു ഭയങ്കരമായിരുന്നു. കൃഷികളെല്ലാം നശിച്ചു പോയി. കുറച്ച് മഴ കിട്ടിയതുകൊണ്ട് ആശ്വാസം. വർക്കിച്ചോ, നമ്മുടെ പഴയ കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? നമ്മൾ കുറച്ച് കൃഷി ചെയ്യുമ്പോൾ ഫലങ്ങളൊക്കെ കിട്ടുമ്പോൾ മനസ്സിന് എന്തൊരു സന്തോഷമായിരുന്നു. ശരിയാ മത്തായിച്ച, ഇപ്പൊ എന്തെങ്കിലും നട്ടാ ഒരു വിലയും ഇല്ല. വന്യജീവികൾ വന്ന് നശിപ്പിച്ചിട്ട് പോവുകയും ചെയ്യും. വാസ്തവം. കുഞ്ഞുങ്ങൾ പഠിച്ച് വെളിയിൽ പോയോണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ ദൈവം നമ്മളെ നടത്തുന്നു. കർഷകന്റെ കണ്ണുനീര് ആര് കാണാനാ? എലക്ഷൻ വരുമ്പോ എല്ലാരും ഓടി വരും. അത് കഴിഞ്ഞ് ആരെയും കാണത്തില്ല. എലക്ഷൻ കഴിഞ്ഞത് ഭാഗ്യം. ഇനി അതിന്റെ ഫലം അറിയാൻ 10 ദിവസം കൂടെ കാത്തിരിക്കണം. ഫലം അറിയുന്ന ദിവസം കവലയിലാകപ്പേടെ ബഹളമായിരിക്കും. പിന്നെ ജയിക്കുന്നവരും തോക്കുന്നവരും തമ്മിലും കുറ്റപ്പെടുത്തലും കളിയാക്കലുമായിരിക്കും. ഈ വർഷത്തെ കാലവർഷം നേരത്തെ വരുന്ന കാലാവസ്ഥക്കാർ പറയുന്നത്. മഴ പെയ്യാനും മഴ പെയ്യാതെ ഇരിക്കാനും സാധ്യത. മത്തായിച്ചോ, 2 ആഴ്ച ഞാൻ പള്ളിയിൽ വന്നു, കണ്ടില്ല. വന്നില്ലായിരുന്നോ? എനിക്കും കുഞ്ഞുങ്ങൾക്കും പനിയും ചുമയായ കാരണം പള്ളിയിൽ വരാൻ സാധിച്ചില്ല. മത്തായിച്ചോ, സമയം കടന്നു പോന്നു. നമ്മൾക്ക് സാധനങ്ങൾ വായിച്ച് തിരിഞ്ഞു മടങ്ങാം. നായ്ക്കളുടെ ശല്യം കൂടുതലാ. കാലം സമയിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടുവീൻ, കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നു. എവിടുന്നോ ഒരു പ്രസംഗം കേൾക്കുന്നല്ലോ. ഇന്ന് തന്നെ ഞായറാഴ്ചയല്ലല്ലോ. അത് നമ്മുടെ കോശിപദേശിയാ. മിക്ക ദിവസം കവലയിൽ വന്ന് ദൈവജനം പറയലുണ്ട്. വർക്കിച്ചോ, നമ്മുടെ പഴയ കാലത്ത് ചൂട്ടൊക്കെ കത്തിച്ച് രാത്രി പ്രസംഗം കേൾക്കാൻ പോയത് ഓർമ്മയുണ്ടോ? പിന്നെ അന്ന് മനസ്സിന് എന്തൊരു സന്തോഷമായിരുന്നു. ആൾക്കാർ തമ്മിൽ എന്തൊരു സ്നേഹവുമായിരുന്നു. അതിൻ്റെ അനുഗ്രഹങ്ങളല്ലേ വർക്കിച്ചോ ദൈവം നമുക്കിപ്പോൾ തന്നിരിക്കുന്നത്. എന്നാൽ നമുക്ക് കുറച്ച് ദൈവവചനം കേട്ട് തിരിഞ്ഞു മടങ്ങാം. കാലം തികഞ്ഞു. കർത്താവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ടു രക്ഷിക്കപ്പെടുക. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ കടന്നു വരിക. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. നീയും കുടുംബവും രക്ഷ പ്രാപിക്കുക. വചനം വായിക്കുക, വചനത്തിൽ ബലപ്പെടുക, ദൈവകൽപ്പന അനുസരിക്കുക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നല്ലോ,
അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. വീണ്ടും പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യേശു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിപ്പീൻ. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മളോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. യേശു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമ്മൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഉറങ്ങുന്നവരെ ഉണർന്ന് മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. 2 കൊരിന്ത്യർ 5:10 ഇങ്ങനെ പറയുന്നല്ലോ, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. വചനം വീണ്ടും ഇങ്ങനെ പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അതുകൊണ്ട് ദൈവത്തിലേക്ക് മടങ്ങി വരിക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ഒരു 2 ശീല് പാട്ട് പാടി ഒന്നിച്ച് നമുക്ക് പാടി ദൈവത്തിൻ്റെ മഹത്വം കരയറ്റി ഇന്നത്തെ യോഗ ഇവിടെ അവസാനിപ്പിക്കാം. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത്. ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത് വർണ്ണിപ്പണ്ണാവിനാലാവതില്ലേ. എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ എന്നെന്നും ഓർത്തിടും വൻകൃപയാൽ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത്.